പ്രമേഹം, ഡയബറ്റിസ്, ഇത് കാലിനെ ബാധിക്കുന്നു. അതെ, കാലിനെ ബാധിക്കും. ഡയബറ്റിക് ഫുഡ് ലോകമെമ്പാടും കാല് മുറിച്ചു കളയേണ്ടി വരുന്ന ഒരു പ്രധാന കാരണം ഡയബറ്റിസ് കാലുകളെ ബാധിക്കുന്നത്. തുടർന്നുണ്ടാകുന്ന ഇൻഫെക്ഷനും വ്രണങ്ങളും ഗാംഗ്രീൻ അഥവാ കാലിന്റെ കോശങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയുമാണ്. പഠനങ്ങൾ പറയുന്നത് ഓരോ 30 സെക്കൻഡിലും ലോകത്ത് എവിടെയെങ്കിലും ഒരു ഡയബറ്റിസ് രോഗിയുടെ കാലെങ്കിലും മുറിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഡയബറ്റിസ് ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും അല്ലെങ്കിൽ എല്ലാ അവയവങ്ങളെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നുണ്ട്. കാലിനെ സംബന്ധിച്ച് ഡയബറ്റിക് ഫുഡ് എന്താണ് സംഭവിക്കുന്നത്? 3 കാരണങ്ങളാണ് പൊതുവെ പറയുന്നത്. ഒന്ന്, പ്രമേഹം കൂടുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നു. അത് കാരണം ശരീരത്തിൽ എവിടെയും കാലുകളിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ രോഗപ്രതിരോധ ശേഷിയും പ്രമേഹമുള്ളവരിൽ കുറവാണ്. 2, പ്രമേഹം ഹൃദയത്തെ പോലെ തലച്ചോറിനെ പോലെ കാലുകളുടെ രക്തയോട്ടത്തെ ബാധിക്കുന്നു. അത്രോസ്ക്ലീറോസിസ് എന്ന് പറയും. ഇത് കാരണം കാലിന്റെ രക്തയോട്ടം കുറയുന്നു. 3, ഡയബറ്റിസ് കാലിലെ ഞരമ്പുകളെ ബാധിക്കുന്നു. ന്യൂറോപ്പതി എന്ന് പറയും. ഇത് കാരണം കാലിന് ബലക്കുറവ്, കാലിലെ പേശികളുടെ തൊലിയിലോ തൊട്ടാൽ അറിയാതിരിക്കുക, വ്രണങ്ങൾ വന്നാൽ അറിയാതിരിക്കുക മുതലായ പ്രോബ്ലംസ് ഉണ്ടാകും. 4, ഈ ഡയബറ്റിസ് ബാധിക്കുമ്പോൾ കാലിന്റെ ജോയിന്റ്സിനെ ബാധിക്കും. ഈ ജോയിന്റ്സിനെ ബാധിക്കുമ്പോൾ കാലിന്റെ സ്വാഭാവികമായിട്ടുള്ള ഷേപ്പ്, നടക്കുമ്പോഴുള്ള മൂവ്മെന്റ്സ് ഇവയെ ബാധിക്കുന്നു. അങ്ങനെ കാലിലെ പ്രഷർ പോയിന്റ്സിലും മറ്റും വ്യത്യാസം ഉണ്ടാകുകയും വ്രണങ്ങളും മറ്റും വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു. ഈ 4 കാരണങ്ങൾ കൊണ്ട് ഡയബറ്റിക് ഫുഡ് അഥവാ ഡയബറ്റിസ് പേഷ്യൻസിന് കാലിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡയബറ്റിസ് വന്നാൽ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് കാലിന് വ്രണങ്ങൾ വന്നാൽ അറിയാതാകും. കാലിൽ ചെറിയ മുറിവുകളും മറ്റും വരുന്നു, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ പൊതുവില് കാലിന് വൃത്തിഹീനം അല്ലെങ്കിൽ വൃത്തിയായിട്ട് കാല് സൂക്ഷിക്കാതിരിക്കുന്നത് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുന്നു. ഇത്രയും വന്നു കഴിയുമ്പോൾ കാലിൽ പലപ്പോഴും ചെറിയ വ്രണങ്ങളോ മറ്റോ വരുന്നു. ഇത് നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ കാലല്ലേ ഉണങ്ങിക്കോളും, സാരമാക്കുന്നില്ല. ഷുഗർ വളരെ കൂടുതലായിരിക്കും. ഈ വ്രണങ്ങൾ അവിടെ നിന്ന് അത് വ്യാപിക്കുന്നു, ഇൻഫെക്ഷൻ വരുന്നു. രക്തയോട്ട കുറവ് കാരണം വ്രണങ്ങൾ ഉണങ്ങാനുള്ള സാധ്യത കുറയുന്നു. ഞരമ്പിന്റെ പ്രോബ്ലംസ് കാരണം കാല വ്രണം ഒന്നും അറിയുന്നില്ല. ഇത് കൂടി ഡയബറ്റിക് അൾസർ, ഇൻഫെക്ഷൻ വരുന്നു. അവസാനം മുറിവ് ഉണങ്ങാതെയാകുന്നു. മാസങ്ങളും പലപ്പോഴും രോഗികൾ കൊണ്ട് നടക്കുന്നു. അവസാനം പലപ്പോഴും വിരൽ മുറിച്ച് കളയേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ പാദം മുറിച്ച് കളയേണ്ടതായിട്ട് വരുന്നു, മുട്ടിനെ താഴെ മുറിക്കേണ്ടതായിട്ട് വരുന്നു. വളരെ സീരിയസ് കേസുകളുടെ രക്തയോട്ടം കുറയുമ്പോൾ മുട്ടിന് മുകളിൽ പോലും മുറിക്കേണ്ടതായിട്ട് വരുന്നു. കാലെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇൻഡിപെൻഡൻസിന്, അതായത് സ്വതന്ത്രമായ ഒരാൾ സഞ്ചരിക്കാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ്. പലപ്പോഴും ഒരു കണ്ണ് പോയാൽ പോലും കുഴപ്പമില്ല, അതിനേക്കാളും മോശമാണ് ഒരു കാല് നഷ്ടപ്പെട്ട് എല്ലാത്തിനും മറ്റുള്ളവരുടെ ഒരു സ്വാധീനം വേണ്ടി വരുന്ന ഒരവസ്ഥ. ഇത് പ്രിവെന്റ് ചെയ്യാൻ ഡയബറ്റിസ് ഉള്ളവര് കാല് വൃത്തിയായിട്ട് സൂക്ഷിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റിക് ഫുഡ് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം കാലുകളുടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ കാലുകൾ സൂക്ഷിക്കുന്നത്, അല്ലെ വൃത്തിയായിട്ട് കാല് സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ മടിയാണ്. ഏറ്റവും പ്രധാനം കാല് ദിവസവും ഷുഗറുള്ള ആൾക്കാർ കാല് വൃത്തിയായിട്ട് കഴുകി കിടക്കുന്നതിന് മുമ്പ് കാല് വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് കാല് പരിശോധിക്കുക, സ്വയം കാലുകൾ പരിശോധിക്കുക. വ്രണങ്ങളോ മറ്റോ ഉണ്ടോ, എന്തെങ്കിലും മുള്ളോ മറ്റോ കുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ലെങ്കിൽ തന്നെ കാല് നന്നായിട്ട് വെള്ളത്തിൽ ചെറിയ സോപ്പ് വഴി ഉപയോഗിച്ച് കഴുകുക, നല്ലതായിട്ട് തുടച്ചിട്ട് കിടക്കുക. വിരലുകൾക്കിടയിലുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കണം. ചെറിയ വ്രണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കരുത്. ഷുഗറുള്ള ആളാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക. അത് ആദ്യമേ തന്നെ ചികിത്സിച്ച് തുടങ്ങുക. അത് കൂടാതിരിക്കാനും ഏർലി ആയിട്ട് ഉണങ്ങാനുള്ള ചികിത്സയിൽ തുടങ്ങണം. ഇതുപോലെ തന്നെ പ്രധാനമാണ് ഷുഗർ കൺട്രോൾ ചെയ്യുക. ഷുഗർ 300, 400, 500 വെച്ചുകൊണ്ട് കാലിലെ വ്രണമാണോ എന്ന് നടക്കില്ല. ഷുഗർ കൃത്യമായിട്ട് മരുന്നോ ഇൻസുലിനോ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക. പിന്നെ ഇതോടൊപ്പം തന്നെ പുകവലി വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പുകവലി പൂർണ്ണമായിട്ട് നിർത്തണം. ഇനി ഒരാൾ ഡയബറ്റിക് ഫുഡ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഏറ്റവും പ്രധാനം ഇടയ്ക്കിടയ്ക്ക് സ്വയം കാലുകൾ നോക്കുക, കാലിൽ തൊട്ട് നോക്കുക, കയ്യിലെ വിരലോട് തൊട്ട് നോക്കുക, തൊടുന്നത് അറിയുന്നുണ്ടോ നോക്കുക. നടക്കുമ്പോൾ കാലുകൾക്ക് വേദനയോ മറ്റോ ഉണ്ടോ, അല്ലെങ്കിൽ ചെരുപ്പുകൾ കാലിൽ ഊരിപ്പോകുന്നുണ്ടോ? ചില ആൾക്കാർ പറയും, ഞാൻ നടന്ന് 2 കിലോമീറ്റർ പോയി ചെരുപ്പ് 2 കിലോമീറ്റർ ബാക്കിലാണ്, കാലിൽ ഊരിപ്പോയിട്ട് അറിഞ്ഞില്ല. ഇത് പലപ്പോഴും ഞരമ്പുകളെ ഡയബറ്റിക് ന്യൂറോപ്പതി വരുന്നതിന്റെ ലക്ഷണമാണ്. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം, പരിശോധിക്കണം, അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനമുള്ള ഡയബറ്റിസ് ഉള്ള ആൾക്കാർ, ഡയബറ്റിക് ഫുഡ് ഉള്ള ആൾക്കാർ, വ്രണം വരാൻ സാധ്യതയുള്ള ആൾക്കാർ കാലിൽ നല്ല ചെരുപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ്.
പലപ്പോഴും ചെരുപ്പുകൾ തന്നെ മുറിവുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കാലിൽ തഴമ്പോ കല്ലിപ്പോ മറ്റോ ഉണ്ടാക്കുന്നു. അപ്പൊ നല്ല ചെരുപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ഉത്തമം സോക്സ് ഉപയോഗിക്കുക, ഷൂസ് ഇടുക എന്നുള്ളതാണ്. ഷൂസ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഷൂസ്, വിരലുകൾക്ക് മറ്റും സ്ഥലമുള്ള രീതിയിൽ ഷൂസ് ഇടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോക്സ് എന്ന് പറയുന്നത് നല്ല വൃത്തിയായിട്ട് സോക്സ് ഉപയോഗിക്കുക. ഇത് ഡയബറ്റിക് ഫുഡ് അൾസർ വരാതിരിക്കാനും കാലുകൾ വ്രണം വരാതിരിക്കാനും വളരെയധികം സഹായിക്കും. നമ്മൾ ഏറ്റവും അധികം അവഗണിക്കുന്ന ഒരു സാധനമാണ് കാലിന്റെ വൃത്തിയും വെടിപ്പും, അതുപോലെ കാലിന്റെ നഖങ്ങളുടെ കൃത്യമായിട്ടുള്ള പരിചരണം. നഖങ്ങൾ എങ്ങനെയെങ്കിലും വെട്ടിക്കളയുക. പലപ്പോഴും ഈ ഷുഗർ കാരണം നഖങ്ങളൊക്കെ കല്ലിച്ച് കട്ടിയായിട്ട് വെട്ടാൻ പോലും പറ്റാത്ത രീതിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോഡിയാട്രിസ്റ്റിന്റെ സഹായത്തോടുകൂടി നഖങ്ങൾ കൃത്യമായിട്ട് വെട്ടി ക്ലീൻ ചെയ്യണം. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ഏർലി സ്റ്റേജാണെങ്കിൽ നമുക്ക് വീട്ടുകാരെയോ മറ്റോ കൊണ്ട് നഖം കൃത്യമായിട്ട് വെട്ടി സൂക്ഷിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഷൂസ് ഇട്ട് നടത്തുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഇതോടൊപ്പം തന്നെ കാലിടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സിംറ്റം തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കാലിന്റെ രക്തയോട്ടം നോർമലാണോ, ഞരമ്പുകളുടെ പ്രവർത്തനം നോർമലാണോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുകയും കൂടെ ചെയ്യണം. ഇതിലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയബറ്റീസിൽ തലച്ചോറിന്റെ രക്തയോട്ടം പലപ്പോഴും സ്ട്രോക്ക് ഉണ്ടാക്കുന്ന രക്തയോട്ടക്കുറവും ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂടുന്നു. ഇതുപോലെ തന്നെ വളരെ പ്രധാനമാണ് കാലിലെ രക്തയോട്ടവും. പക്ഷെ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന, രോഗികൾ തന്നെ അവഗണിക്കുന്ന ഒരു സാധനമാണ് ഈ കാലിന്റെ വൃത്തിയും കാലിന്റെ പരിശോധനയും ഡയബറ്റിക് ഫുഡിൽ നിന്ന് അൾസർ വരാതിരിക്കാനുള്ള കെയർ എടുക്കുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 15 മുതൽ 20% ഡയബറ്റിസ് ഉള്ള രോഗികൾക്ക് കാലിൽ അൾസർ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇതിൽ ഏകദേശം 25 മുതൽ 30% ആൾക്കാർ ഫൈനലി കാലിന്റെ ആംപുട്ടേഷൻ അഥവാ കാലിൽ മുറിച്ച് മാറ്റേണ്ടതായിട്ട് വരും. അത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കണ്ടീഷനാണ് ഡയബറ്റിക് ഫുഡ്. ഏറ്റവും പ്രധാനം നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുക. വീട്ടിനകത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് നമുക്ക് പൊതുവിൽ വീട്ടിനകത്ത് ചെരുപ്പിടുന്ന സ്വഭാവം പൊതുവെ കുറവാണ്. പുറത്തിറങ്ങിയാൽ മുറ്റമല്ല, നല്ല മുറ്റമല്ല ചെരുപ്പിടുന്നത്. അങ്ങനല്ല. ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, ആണിയും മറ്റു കുത്തി കയറാതിരിക്കാൻ, മറ്റ് കമ്പും മറ്റു കുത്തി കയറാതിരിക്കാൻ എപ്പോഴും ചെരുപ്പിട്ടുകൊണ്ട് നടക്കുക. വീടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഇതിന് ഉതകുന്ന രീതിയിലുള്ള ചെരുപ്പിട്ടുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഷൂസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ കാലിൽ ചെറിയ തഴമ്പോ വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ സ്വയം നമുക്ക് തന്നെ മുറിച്ച് കളയാം, ചെത്തിക്കളയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഒരു എക്സ്പേർട്ട് അഡ്വൈസ് അതനുസരിച്ച് ഈ തഴമ്പ് കൊണ്ട് നീക്കം ചെയ്യാൻ. ഈ തഴമ്പുകളാണ് പിന്നീട് അൾസർ മറ്റും ഉണ്ടാക്കുന്നത്. പിന്നെ പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഷുഗറിനെ കുറിച്ച് നമ്മളൊരു നെഗ്ലക്ട് ആണ് നമുക്കുണ്ടാവുന്നത്. ഷുഗർ എപ്പോഴും കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് പരിശോധിക്കണം. പിന്നെ പലപ്പോഴും നമുക്ക് കാലിൽ എന്തെങ്കിലും സിംറ്റം തോന്നുകയാണ്, കാലിൽ നടക്കുമ്പോൾ വേദനയുണ്ട്, രക്തയോട്ടം കുറവുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ചിലപ്പോൾ ആസ്പിരിൻ പോലുള്ള ഗുളികകൾ കാലിൽ രക്തയോട്ടം കൂട്ടാനായിട്ട് മറ്റും ആവശ്യമായി വന്നേക്കാം. കൊളസ്ട്രോളിന്റെ മരുന്ന് ആവശ്യമായി വന്നേക്കാം. അതോടൊപ്പം തന്നെ ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് ഞരമ്പിന്റെ പ്രവർത്തനം നോക്കുക, അതിനാവശ്യമായ ഗുളികൾ കഴിക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റിസ് വന്ന് കാലിൽ വ്രണം വന്ന് ചികിത്സിക്കാൻ കഷ്ടപ്പെട്ട് ഉണങ്ങാൻ കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് പ്രിവെന്റ് ചെയ്യുക. എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ അതിൽ നമ്മൾ സ്വന്തം ചർമ്മത്തിനും മുഖത്തിനും നൽകുന്ന അതേ പ്രാധാന്യം പ്രമേഹമുള്ള ഒരാൾ അയാളുടെ കാലിന് നൽകണമെന്നാണ് ഇമ്പോർട്ടൻ്റ്. മുഖം പോലെ തന്നെ കാലിന്റെ കാന്തിയും തൊലിയുടെ സൗന്ദര്യവും കാലിന് നല്ലവണ്ണം സംരക്ഷിക്കുക എന്നുള്ളത് ഡയബറ്റിക് ഫുഡും അൾസറും വരാതിരിക്കാൻ നല്ലതാണ്.